ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മളുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ നമ്മളത് ഈ പശുക്കളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കെട്ടിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ നന്നായി ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ വിളിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ നോക്കിയില്ലെങ്കിൽ അവർ പറയും ഇന്ന പശുവിന് കാലുവേദനയുണ്ടോ ഒന്നും ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്, ശ്രദ്ധിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്താ മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ പൊതുവേ ചെയ്യാറുള്ളതാണ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയണമെന്ന് മാത്രം. ഇത് നമ്മുടെ അടുത്തുള്ള ഹീഫറാണ്. ഇന്നലെ ഇവിടെ രണ്ടാമത് കുത്തിവെച്ചു. കഴിഞ്ഞ ഹീറ്റിൽ കുത്തിവെച്ചിട്ട് പിടിച്ചിലായിരുന്നു. ഈ പ്രാവശ്യം കുത്തിവെച്ചിട്ടുണ്ട്. ഈ നിൽക്കുന്നത് കംപ്ലീറ്റ് നമ്മളുടെ ചെനപ്പശുക്കളാണ്. അപ്പോൾ ആൾമോസ്റ്റ് ഡ്രൈ കൗസ്, കറവ പറ്റിയ പശുക്കൾ, അതാണ് ഇവിടെയുള്ളത്. ഇവിടിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഹീഫറാണ്. ഇവർ രണ്ടുപേരും കറവ പറ്റിയതാണ്. ഈ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇതിൽ ഇടക്കറവ പശുക്കളാണ്. ഒരു 3-4 മാസം 5 മാസം അങ്ങനെ ചേനയുള്ള പശുക്കളാണ് ഇവിടെയുള്ള ആൾക്കാർ കംപ്ലീറ്റ്. ഒരു മീഡിയം ലെവലിൽ കറവ കിട്ടുന്നത് ഒരു 5, 6, 7, 8 ലിറ്റർ 6 ഇഞ്ചിനൊക്കെ കിട്ടുന്ന പശുക്കളാണ് ഇവിടെയുള്ളത്. ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് നമുക്ക് നല്ല നമ്മളുടെ തൊഴുത്തിലുള്ളതിൽ അത്യാവശ്യം നല്ല കറവ കിട്ടുന്ന പശുക്കളാണ്. 13 ലിറ്റർ വരെ കിട്ടുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ. ഇവിടെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇവളാണ് നമ്മളുടെ നാവ് ചുഴറ്റിക്കൊണ്ടിരുന്ന പശു, ഓറോസ്റ്റനിക് സിൻഡ്രോം. പിന്നെ കാലിന് വേദന വന്നപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കിളവിയെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളതിനപ്പോൾ നമ്മളുടെ തൊഴുത്തിൽ നന്നായിട്ട് പാല് തരുന്നത്. 13 ലിറ്റർ 13.5 ലിറ്ററിനടുത്ത് കാലത്ത് കിട്ടുന്നുണ്ട്. വൈകിട്ടൊരു 11 ലിറ്റർ ആ റേഞ്ചിന്. ചെറിയ വേരിയേഷനൊക്കെ വരാറുണ്ട്. പിന്നെ ഇപ്പോൾ ക്ലൈമറ്റ് രാവിലെ നല്ല തണുപ്പാണ്, ഉച്ച സമയത്തൊക്കെ നല്ല വെയിലുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും ചെറിയ തണുപ്പിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പാലക്കാടത്തെ ക്ലൈമറ്റ് ഏകദേശം നിങ്ങൾക്കറിയാം. ഇവിടെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ്, തണുപ്പാണെങ്കിൽ നല്ല തണുപ്പാണ്, മഴയാണെങ്കിൽ നല്ല മഴയാണ്. അതാണ് നമ്മളുടെ സ്ഥിതി. ഇവരും അതേപോലെ ഒരു മീഡിയം റേഞ്ചിൽ കറക്കുന്ന പശുക്കളാണ്. നമ്മുടെ അപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് കാണിച്ചില്ലേ, അതേപോലെ. ഈ നിൽക്കുന്ന എല്ലാവരും ചെനപ്പശുക്കളാണ് കേട്ടോ. ഇവിടെ ഞാൻ കറവ പറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു. ഒരാൾ വന്ന് നോക്കിയിട്ട് പോയി, വിലയൊക്കെ സംസാരിച്ച് റെഡി ആക്കിയതാണ്. പക്ഷേ പിന്നെയും വേണ്ടാന്ന് പറഞ്ഞ് നിർത്തി വെച്ചേക്കുക. 4 മാസം ചെനയായി ഇവക്ക്. ഇപ്പോൾ ഒരു 3 ലിറ്ററിനടുത്ത് പാല് കിട്ടുന്നുള്ളൂ അറൗണ്ട്. അപ്പം ഇനി ഒരു കഷ്ടിച്ച് ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞാൽ ഇവളുടെ കറവ ഞാൻ നിർത്തും. ഓക്കെ. അപ്പോൾ അതാണിപ്പോൾ നമ്മുടെ ഇവിടെ വരുത്തിയിട്ടുള്ള മാറ്റം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ട്രാൻസിഷൻ ഫീഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന പശുക്കളുണ്ട്, ഹീഫറിന് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പശുക്കുട്ടികളൊക്കെ ഈ ഭാഗത്താണ് നിൽക്കുക. ഇവിടെയാണ് പശുക്കുട്ടി കെട്ടിടുക. അവരിപ്പോൾ നമ്മളിത് പുറത്ത് പറമ്പിൽ കെട്ടിയേക്കാണ്. ഇവിടെയാണ് പശുക്കുട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ ഓരോ ചാക്ക് തീറ്റ എല്ലാവർക്കും വേണ്ടതും ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. നമ്മുടെ സപ്ലിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. തീറ്റ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ആവശ്യമുള്ളത് ഇവിടെ നിന്ന് എടുത്തിട്ട് വയ്ക്കുക. നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് കുറച്ചപ്പുറത്താണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് ട്രാൻസാക്ഷൻ ഫീഡുള്ള പശുക്കൾ ഇവിടെ, പിന്നെ മീഡിയം റേഞ്ചിൽ കൊടുക്കുന്ന ആൾക്കാർക്കുള്ളത് ഇവിടെ കൊടുക്കാം. നല്ല ഹയർ റേഞ്ചിൽ തീറ്റ കൊടുക്കുന്ന ആൾക്കാർക്ക്, നല്ല തീറ്റ കൂടുതൽ കൊടുക്കുന്ന ആൾക്കാരെ കംപ്ലീറ്റ് അങ്ങനെ നമുക്ക് സൈഡ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ നിർത്തിയിട്ട് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് നമ്മുടെ തീറ്റ ചിലവ് കൂടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള ഗുണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോന്നും നോക്കി ചെയ്തുകൂടെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവാം. ഓരോരുത്തരും ഓരോ രീതിയല്ലേ. എനിക്കിങ്ങനെയാണ് സിസ്റ്റമാറ്റിക്ക് പോകുന്നതാണ് കുറച്ചുകൂടെ ഇഷ്ടം. അപ്പോൾ നമ്മുടെ സ്വന്തം ഫാമിലേക്ക് മാറുമ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ. ഈ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബൈ, എല്ലാവർക്കും നന്ദി.